നടനെ സംബന്ധിച്ചിടത്തോളം 2025 ഒരു നിർണായകമായ വർഷമായിരുന്നു. കുറച്ചധികം നാളുകളായി മികച്ച സിനിമകളൊന്നും സമ്മാനിക്കാനില്ലാതിരുന്നിടത്തു നിന്ന് മികച്ച തിരിച്ചുവരവാണ് താരം നടത്തിയത്. ഈ വർഷം മോഹൻലാൽ ആരംഭിച്ചത് തന്നെ മലയാള സിനിമയിലെ മികച്ച കളക്ഷൻ നേടിയ എമ്പുരാൻ എന്ന ചിത്രത്തിലൂടെയാണ്. ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം 268 കോടിയാണ് ആഗോളതലത്തിൽ നിന്ന് നേടിയത്. മാർച്ച് 27-നാണ് എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തിയത്. എമ്പുരാന്റെ അത്രയും പ്രീ റിലീസ് ഹൈപ്പോടെ അല്ല എത്തിയത് എങ്കിൽ പോലും അതിനേക്കാളേറെ മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രമായിരുന്നു തുടരും. എമ്പുരാൻ റിലീസ് ചെയ്ത് ഒരു മാസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 25-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം 237 കോടി രൂപയാണ് ആഗോളതലത്തിൽ നിന്ന് സ്വന്തമാക്കിയത്. വെറും 6 ദിവസം കൊണ്ടാണ് ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. ആക്ഷൻ മൂവിയായ എമ്പുരാനിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് മൂവിയിലേക്കുള്ള കടന്നുവരവിൽ ആരാധകർ ഏറെ സംതൃപ്തരായിരുന്നു. മോഹൻലാലിന്റെ 100 കോടി ക്ലബിൽ എത്തുന്ന 4ാമത്തെ ചിത്രമാണ് തുടരും. പിന്നാലെ ഓഗസ്റ്റ് 28-ന് റിലീസ് ചെയ്ത ഹൃദയപൂർവ്വം നേടിയതും ഗംഭീര പ്രതികരണങ്ങളാണ്. 30 കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ഹൃദയപൂർവ്വം 70 കോടിയിലധികം രൂപയാണ് കളക്ഷനായി നേടിയത്. സൂപ്പർ ഹീറോ ഫാന്റസി ചിത്രമായ ലോക ചാപ്റ്റർ 1 ചന്ദ്രയ്ക്കൊപ്പമാണ് ഹൃദയപൂർവ്വം തിയേറ്ററുകളിലേക്ക് എത്തിയതെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സിനിമയ്ക്ക് സാധിച്ചു. ഈ 3 ചിത്രങ്ങൾക്കും പിന്നാലെ 2025 അവസാനിക്കാനിരിക്കെ മോഹൻലാലിന്റെ 4ാമത്തെ ചിത്രമായ വൃഷഭ കൂടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നവംബറിലാണ് വൃഷഭയുടെ റിലീസ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും പിന്നീട് അത് മാറ്റിവെച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം ഡിസംബർ 25-ന് ചിത്രം പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. പ്രശസ്ത കന്നഡ സംവിധായകനായ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം കണക്ട് മീഡിയയും ബാലാജി ടെലിഫിലിംസും അഭിഷേക് എസ് വ്യാസ് സ്റ്റുഡിയോയും ചേർന്നാണ് അവതരിപ്പിക്കുന്നത്. ആശീർവാദ് സിനിമാസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. ആക്ഷൻ, വൈകാരികത, പ്രതികാരം എന്നിവ കോർത്തിണക്കി കൊണ്ടൊരുങ്ങുന്ന ചിത്രം അതിശക്തമായ കഥയാണ് പറയുന്നതെന്ന് ടീസറുകളിൽ നിന്നും വ്യക്തമാണ്. 2 വ്യത്യസ്ത വേഷങ്ങളിലാണ് മോഹൻലാൽ ഈ ചിത്രത്തിലെത്തുന്നത്. പഴയകാല യോദ്ധാവിന്റെ വേഷത്തിലും രാജാവിന്റെ വേഷത്തിലും നടനെത്തുമ്പോൾ ഈ ചിത്രവും ആരാധകർ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് അണിയറ പ്രവർത്തകർക്ക്. മോഹൻലാലിന്റെ കരിയറിൽ ആദ്യമായാണ് അദ്ദേഹം ഒരു രാജാവായി അഭിനയിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇതിഹാസ തുല്യമായ ചിത്രം പമ്പൻ ക്യാൻവാസിലൊരുങ്ങുമ്പോൾ വലിയ താരനിര കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും പ്രേക്ഷകരെ പിടിച്ചിരുത്തുമെന്ന് ഉറപ്പാണ്. രാഗിണി ദ്വിവേദി, സമർജിത് ലങ്കേഷ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വൃഷഭ കൂടെ ഈ വർഷം അവസാനം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരു 100 കോടി ക്ലബ്ബ് ചിത്രം കൂടെ മോഹൻലാൽ എന്ന നടന്റെ പേരിൽ ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ. വൃഷഭയും 100 കോടി കളക്ഷൻ പിന്തുടരുകയാണെങ്കിൽ മോഹൻലാലിന്റെ 100 കോടി ക്ലബിലെത്തുന്ന 5ാമത്തെ ചിത്രമാകും ഇത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.